കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഇപ്രകാരം ഈ മാധ്യമത്തിലൂടെ ദൈവമക്കളായ നിങ്ങളോട് സംസാരിപ്പാൻ കർത്താവ് ഞങ്ങളെയും വീണ്ടും ബലപ്പെടുത്തുന്ന ഓർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ബറാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഈ ബൈബിൾ പഠന പരമ്പര കഴിഞ്ഞ അനേക വർഷങ്ങളായി വിവിധ ദൈവദാസന്മാരിലൂടെ ദൈവവചനത്തിൻ്റെ ആധികാരികമായിട്ടുള്ള ഉപദേശ സത്യങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുകയാണല്ലോ. അതിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ ദിവസങ്ങളിലൊക്കെ ദൈവവചനം ശുശ്രൂഷിക്കുന്നത് ബ്രദർ ചേസ് ജോസഫ് അവറുകളാണ്. ചെറിയൊരു ബ്രേക്കിന് ശേഷം അദ്ദേഹം വീണ്ടും താൻ എടുത്തുകൊണ്ടിരിക്കുന്ന ദൈവവചന ശുശ്രൂഷ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. എന്നാൽ ഇന്ന് നമുക്കിപ്രകാരം ദൈവവചനത്തിന് മുമ്പിലായിരിക്കാൻ കർത്താവ് ഇടവരുത്തിയത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അല്പസമയം ദൈവവചന ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നാം ആയിരിക്കുന്ന ഈ സമൂഹത്തിൽ അത് ആത്മീകമാണെങ്കിലും ഭൗതിക നിലവാരത്തിലാണെങ്കിലും രാഷ്ട്രീയപരമായ നിലവാരത്തിലാണെങ്കിലും ഒരു കൺസ്യൂമറിസ്റ്റ് സൊസൈറ്റിയിലാണ് നാം ആയിരിക്കുന്നത്. ഉപഭോക്തൃ സംസ്കാരത്തിലാണ് നാം ആയിരിക്കുന്നത്. അതായത് നാം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുവെങ്കിൽ അതിൽ നിന്നും നാം അതിൽ ഉപരിയായിട്ടുള്ള ഒരു റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മനുഷ്യൻ്റെ ഒരു സ്വഭാവമായി അത് മാറിക്കഴിഞ്ഞു. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ സമാന്തരമായിട്ടോ അതിലുപരിയായിട്ടോ ചില കാര്യങ്ങൾ തനിക്ക് വേണ്ടിയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് മനുഷ്യർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എന്നാൽ ദൈവസന്നിധിയിൽ നാം ചെയ്യുന്ന ഓരോ വിഷയങ്ങളും എപ്രകാരമായിരിക്കണം എന്നതിന് ദൈവവചനത്തിൽ മാതൃകയുണ്ട്, ഉപദേശമുണ്ട്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ ആത്മീക ഗോളത്തിൽ ചെയ്യുന്ന ഓരോ ശുശ്രൂഷ പോലും തിരികെ എന്തെങ്കിലും തനിക്ക് നേടാമെന്നുള്ള പ്രതീക്ഷയിൽ ചെയ്യുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. ആരാധനയോടുള്ള ബന്ധത്തിലും അപ്രകാരം തന്നെ വിവിധ തരത്തിലുള്ള പാട്ടുകളും ഉപദേശങ്ങളും ഇറങ്ങുന്ന ഒരു സമയത്താണ് നാം ജീവിക്കുന്നത്. അല്പസമയത്തെ നമ്മുടെ ധ്യാനം ആരാധന എന്ന ഈ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്. അതിനാധാരമായി 2 വാക്യങ്ങൾ ഞാൻ ദൈവവചനത്തിൽ നിന്ന് വായിക്കാം. അതിനാധാരമായി റോമാലേഖനം അതിൻ്റെ 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതും തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേദഭാഗമാണ് ഈ റോമാലേഖനം 12-ന്റെ 1-2. പലപ്പോഴും ആരാധനയോടുള്ള ബന്ധത്തിൽ തന്നെയാണ് ഈ ഭാഗം വായിക്കുന്നുവെങ്കിലും അതിൻ്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്ത് യഥാർത്ഥത്തിൽ എന്താണ് ആരാധന എന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാനാണ് നാം ശ്രമിക്കുന്നത്. പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നാം ചെയ്യുന്ന ഓരോ വിഷയങ്ങളും അവിടുത്തേക്ക് പ്രസാദകരമായി ചെയ്യുവാനാണ് ദൈവവചനം നമ്മെ അനുശാസിക്കുന്നത്. അവിടുത്തെ സന്നിധിയിൽ നിന്നും നാം ദൈവാനുഗ്രഹം പ്രതീക്ഷിക്കുന്നത് തെറ്റില്ല എങ്കിലും അതിലുപരിയായി നാം ചെയ്യുന്നതെല്ലാം അവിടുത്തേക്കുള്ള സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടായിരിക്കണമെന്ന് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. പലതരത്തിലുള്ള ഡെഫിനിഷൻസ് നമുക്ക് അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ നിർവചനങ്ങൾ ആരാധന എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു പക്ഷേ ഉണ്ടായിരിക്കും. പലതരത്തിലുള്ള പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പലതരത്തിലുള്ള പാട്ടുകൾ ആരാധനയോടുള്ള ബന്ധത്തിൽ നാം കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇവിടെ ദൈവവചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ദൈവമക്കളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വിഷയം, ആദ്യം ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ മനസ്സലിവാണ്. ദൈവം തൻ്റെ സൃഷ്ടിയായ മനുഷ്യനോട് കാണിച്ച മനസ്സലിവ്, അതേ ആസ്പദമാക്കിയാണ് എപ്രകാരം ആരാധനയായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ അർപ്പിക്കണം എന്നത് പൗലോസ് തുടർന്ന് നമ്മോട് പറയുന്നത്. ആരാധനയോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിൽ നമുക്ക് മാതൃകകൾ കാണാം. പുതിയ നിയമത്തിലാണെങ്കിലും പഴയ നിയമത്തിലാണെങ്കിലും ആരാധനയോടുള്ള ബന്ധത്തിലുള്ള മാതൃകകൾ നമുക്ക് കാണുവാൻ കഴിയും. പഴയ നിയമത്തിൽ ഒരു ഉദാഹരണം എടുത്താൽ
ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാം ഇസഹാക്കുമായി മോറിയ മലയുടെ അടിവാരത്തിലെത്തിയ ശേഷം ബാല്യക്കാരോട് പറയുന്നത് നമുക്ക് പരിചിതമായിട്ടുള്ള വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകം 22:5 അവിടെ പറയുന്നത്, ഞങ്ങൾ അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചിട്ട് മടങ്ങി വരാം. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന ഐ ആൻഡ് ദി ലാഡ് വിൽ ഗോ ഓവർ ദെയർ ആൻഡ് വി വിൽ വർഷിപ്പ് ആൻഡ് റിട്ടേൺ ടു യു. ഇവിടെ ആരാധന കഴിഞ്ഞിട്ട് മടങ്ങി വരാമെന്ന് അബ്രഹാം പറയുമ്പോൾ യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, നീ നിൻ്റെ ഏകജാതനായ മകനെ, നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ തന്നെ ഞാൻ കാണിക്കുന്ന അല്ലെങ്കിൽ മോറിയ മലയിൽ കൊണ്ടുപോയി യാഗമർപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അബ്രഹാം ബാല്യക്കാരോട് പറയുന്നത്, ഞാനും മകനും കൂടെ അവിടത്തോളം ചെന്ന് ഈ യാഗം കഴിച്ചിട്ട് മടങ്ങി വരാമെന്നല്ല, ആരാധന കഴിച്ചിട്ട് മടങ്ങി വരാം. അപ്പോൾ അബ്രഹാം പറഞ്ഞത്, ബാല്യക്കാരോടായി പറഞ്ഞത് ഭോഷ്കല്ല, മറിച്ച് ദൈവനത്തിൽ പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ഒരുപോലെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ആരാധന എന്നത് യാഗത്തോട് ബന്ധപ്പെടുത്തിയ ഒരു വസ്തുതയാണ്. ആരാധന എപ്പോഴും യാഗത്തോട് ബന്ധപ്പെടുത്തിയ ഒരു കാര്യമാണ്. യാഗം എന്നത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അർപ്പിക്കുകയാണ്. യാഗം ഒരിക്കലും സ്വീകരിക്കലല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കുവാനുള്ള ഒരു കുറുകുവഴിയല്ല, മറിച്ച് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നാം നമ്മെ തന്നെ അർപ്പിക്കുന്ന ഒരു ജീവിതാനുഭവമാണ് ആരാധന എന്നത്. ഇവിടെ കണ്ടോ, അബ്രഹാമിനോട് ദൈവം പറയുന്നത്, നിന്റെ ഏകജാതനായ നീ സ്നേഹിക്കുന്ന മകനായ ഇസ്ഹാക്കിനെ തന്നെ ഞാൻ കാണിപ്പാനിരിക്കുന്ന മലയിൽ കൊണ്ടുപോയി യാഗമർപ്പിക്കുക. അബ്രഹാം ബാല്യക്കാരോട് പറയുക, നിങ്ങൾ ഇവിടെ ഇരിപ്പീൻ, ഞാനും മകനും കൂടെ അവിടത്തോളം ചെന്ന് യാഗമർപ്പിച്ച് വരുമെന്നല്ല, മറിച്ച് ആരാധന കഴിച്ചിട്ട് മടങ്ങി വരാം. അപ്പോൾ എന്താണ് ആരാധന എന്നത് എന്നൊരു മാതൃകയും അതിൽ നിന്നൊരു അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ആരാധന എന്നത് പ്രാഥമികമായി ദൈവത്തോടുള്ള സ്നേഹത്തിൽ കൊടുക്കുന്ന അനുഭവമാണ്. മാത്രമല്ല, യാഗം എന്നത് നാം നോക്കുമ്പോൾ, യാഗം അർപ്പിക്കുമ്പോൾ ആ യാഗവസ്തു തിരികെ എടുത്തുകൊണ്ടുപോകുന്ന ഒരു അനുഭവമില്ല. എന്നേക്കുമായി യാഗപീഠത്തിൽ എരിഞ്ഞ് ചാമ്പലാകുന്ന അനുഭവമാണ് യാഗം എന്നത് സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ എന്നേക്കുമായി ചാമ്പലായി തീരുന്ന, വിട്ടുകൊടുക്കുന്ന, ഉടമസ്ഥാവകാശം കൈമാറുന്ന ഒരു അനുഭവം, ഇതിനാണ് യാഗം എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ആരാധന വിട്ടുകൊടുക്കലാണ്, നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കലാണ്, ഓണർഷിപ്പ് കൈമാറലാണ്, എന്നേക്കുമായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കലാണ്. മുന്നോട്ട് പോകുമ്പോൾ പുതിയ നിയമത്തിൽ ഇവിടെ പറയുന്ന ഈ റോമാലേഖനം 12-ാം അധ്യായത്തിൽ കാണുന്നതും അതേ അർത്ഥമാണ്. ഇവിടെ എന്താണ് പറയുന്നത്? ദൈവത്തിൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവീൻ എന്ന് പറയുമ്പോൾ, ഇംഗ്ലീഷിൽ ന്യൂ ഇന്റർനാഷണൽ വേർഷനിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ മലയാള അർത്ഥവും ഞാൻ പറയാം. ഐ അർജ് യു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ വ്യൂ ഓഫ് ഗോഡ്സ് മെർസി ടു ഓഫർ യുവർ ബോഡീസ് ആസ് എ ലിവിങ് സാക്രിഫൈസ് ഹോളി ആൻഡ് പ്ലീസിങ് ടു ഗാഡ്. ഇനി ശ്രദ്ധിക്കണമേ, ദിസ് ഈസ് യുവർ ട്രൂ ആൻഡ് പ്രോപ്പർ വർഷിപ്പ്. അതായത്, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവീൻ. ഇതാകുന്നു യോഗ്യവും സത്യവുമായ ആരാധന. എന്താണ് യോഗ്യവും സത്യവുമായ ആരാധന? നമ്മുടെ മുഴു ജീവിതത്തെയും ദൈവത്തിന് പ്രസാദമുള്ള രീതിയിൽ സമർപ്പിക്കുന്നതാണ് യോഗ്യവും സത്യവുമായ ആരാധന. പ്രിയമുള്ളവരെ, ഈ ആദ്യ നിമിഷങ്ങളിൽ തന്നെ നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യാമോ? നാം ആരാധന എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന, നാം ആരാധന എന്ന് പറയുന്ന, അല്ലെങ്കിൽ നാം ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരുപക്ഷെ 2 പാട്ടായിരിക്കും. അല്ലെങ്കിൽ ആരാധന എന്ന് പറയുന്നത് ഒരു സഭായോഗത്തിൻ്റെ ആദ്യ പാതിയിലുള്ള ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റുള്ള ആ പാട്ട് ശുശ്രൂഷയാണോ യഥാർത്ഥത്തിൽ ആരാധന? അതോ ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം നോക്കുമ്പോൾ മുഴു ജീവിതവും ദൈവസന്നിധിയിൽ സമർപ്പിക്കലാണോ ആരാധന? എന്താണ് സത്യവും യോഗ്യവുമായ ആരാധന എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് മുഴു ജീവിതവും ദൈവത്തോടുള്ള സ്നേഹത്തിൽ സമർപ്പിക്കുക. പഴയ നിയമത്തിൽ അബ്രഹാം യാഗത്തിനായി മോറിയ മലയിൽ കയറിപ്പോകുന്നതിന് മുമ്പേ ബാല്യക്കാരോട് പറയുകയാണ്, ഞാനും ബാലനും ആരാധന കഴിച്ചു മടങ്ങി വരാം
അബ്രഹാം എന്തിനാ പോകുന്നത്? യാഗത്തിനായിട്ടാണ് പോകുന്നത്. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു, ദൈവത്തിന് മുമ്പിൽ അല്ലെങ്കിൽ ദൈവപ്രസാദത്തോടെ നമ്മെ തന്നെ സമർപ്പിക്കുക യാഗമായി. ഇനിയിപ്പോൾ യാഗം എന്ന് പറയുന്നത് എന്താണ്? വിട്ടുകൊടുക്കലാണ്. ഏറ്റെടുക്കലല്ല, വിട്ടുകൊടുക്കലാണ്. ഓണർഷിപ്പ് കൈമാറലാണ്. നമ്മെ തന്നെ സമർപ്പിക്കുകയാണ്. ഒരിക്കലും ഒരു യാഗവസ്തു വീണ്ടും തിരികെ യാഗമർപ്പിച്ച വ്യക്തി തിരികെ എടുത്തുകൊണ്ട് പോകുന്നില്ല. അതുപോലെ നമ്മെ തന്നെ എന്നേക്കുമായി ദൈവസന്നിധിയിൽ ദൈവപ്രസാദത്തിനായി സമർപ്പിക്കലാണ് യഥാർത്ഥത്തിൽ ആരാധന. അപ്പോൾ ആരാധനയോടുള്ള ബന്ധത്തിൽ ചില വിഷയങ്ങളാണ് നാം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ധ്യാനിക്കുന്നത്. ഇനി യാഗത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞു, ആരാധന എന്നത് പഴയ നിയമത്തിലുള്ള ഉദാഹരണങ്ങളും ഉപദേശങ്ങളും അനുസരിച്ചും പുതിയ നിയമത്തിലുള്ള ഉപദേശങ്ങളും അനുസരിച്ച് നാം നോക്കുമ്പോൾ യാഗത്തോട് ബന്ധപ്പെടുത്തിയ ഒരു ജീവിതാനുഭവമാണ്. യാഗം അർപ്പിക്കുമ്പോൾ ആ യാഗവസ്തുവിൻ്റെ രൂപം മാറും. യാഗവസ്തു അർപ്പിച്ചു കഴിയുമ്പോൾ യാഗപീഠത്തിലുള്ള തീ മുഖാന്തരം രൂപം മാറും. ഒന്നുകൂടെ പറഞ്ഞാൽ ഇല്ലാതാകും. അപ്പോൾ യാഗമായി സമർപ്പിക്കുക, ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കുക. ഒരു യാഗവസ്തു ഒരുവൻ അർപ്പിക്കുമ്പോൾ, ഞാൻ വീണ്ടും പറയട്ടെ, താൻ അത് തിരികെ എടുത്തുകൊണ്ട് പോകാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല താൻ അർപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ യാഗവസ്തു എപ്രകാരമാണ് അർപ്പിക്കേണ്ടതെന്നുള്ള വ്യവസ്ഥയുണ്ട്. ഞാൻ ആ വാക്യഭാഗങ്ങളൊക്കെ പറഞ്ഞു പോകത്തേ ഉള്ളൂ, അത് വായിക്കുന്നില്ല. ലേവ്യ പുസ്തകം 22-ന്റെ 19-20 വാക്യങ്ങളൊക്കെ നോക്കുമ്പോൾ എപ്രകാരമായിരിക്കണം യാഗവസ്തു എന്നതിന് അവിടെ വ്യവസ്ഥയുണ്ട്. ഊനമില്ലാത്തതായിരിക്കണം. അപ്രകാരമാണ് ദൈവം കൽപ്പന കൊടുത്തിട്ടുള്ളത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴും അപ്രകാരമുള്ള ക്വാളിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ആരാധനയ്ക്കുള്ള ക്വാളിഫിക്കേഷൻസ്? റോമാലേഖനം 12-ൽ പറഞ്ഞിരിക്കുന്നത് 3 കാര്യങ്ങളാണ്: ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗം. ഇംഗ്ലീഷിൽ ലിവിങ്, ഹോളി ആൻഡ് അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ പ്ലീസിങ് ടു ഗാഡ്. ലിവിങ്, ഹോളി ആൻഡ് അക്സെപ്റ്റബിൾ. അപ്പം ആരാണ് ഒരു യാഗമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടത്? അല്ലെങ്കിൽ ഇപ്രകാരം നമ്മൾ പറയുന്ന വാക്കുകൾ ആരാണ് ആരാധിക്കേണ്ടത് എന്നതിന് ഉത്തരം ദൈവജനത്തിൽ കൊടുത്തിരിക്കുന്ന ഒന്ന് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള, ലിവിങ്, ഹോളി ആൻഡ് അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ പ്ലീസിങ്. ഒന്ന് ജീവൻ പ്രാപിച്ചവർ എന്ന് വേണമെങ്കിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിന് അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. ജീവൻ പ്രാപിച്ചവർ എന്നെന്താ? ജീവൻ പ്രാപിച്ചവർ എന്ന് പറയുമ്പോൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എഫേസ്യർ 2-ാം അധ്യായത്തിൽ നമ്മുടെ പഴയകാല ജീവിതത്തിൻ്റെ ഒരു ചിത്രം നമുക്കവിടെ കാണാം. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച ഒരവസ്ഥയിലായിരുന്നു നാം. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച അവസ്ഥയിലായിരുന്ന നാം ഒരു ദൈവവൈതലായപ്പോൾ ആ മരിച്ച അവസ്ഥയിലല്ല, ജീവൻ പ്രാപിച്ച അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് മരിച്ച അവസ്ഥ എന്നവിടെ പറഞ്ഞിരിക്കുന്നത്? ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു അവസ്ഥാവിശേഷമാണ് പാപിയായിരിക്കുന്ന മനുഷ്യനുള്ളത്. ആ മരണമെന്ന് പറയുന്നത് നിത്യമരണത്തിലേക്ക് നയിക്കുന്ന ആത്മീക മരണമാണ്. ജനിക്കുന്ന ദൈവവുമായി യാതൊരു ബന്ധമില്ലാതെ ആയിരിക്കുന്ന പാപിയായ ഒരു മനുഷ്യൻ്റെ ആ ഗതി എന്ന് പറയുന്നത്. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും നിത്യജീവനിലേക്ക് കടന്നവരാണ്, നിത്യജീവന്റെ ഉറപ്പ് ലഭിച്ചവരാണ്, ആ വാഗ്ദത്തം ലഭിച്ചവരാണ് ഓരോ ദൈവപൈതലും. യോഹന്നാൻ ലേഖനത്തിൽ ഇപ്രകാരമാണ് ലേഖനകർത്താവ് പറയുന്നത്: ഇതാകുന്നു അവൻ നമുക്ക് നൽകി തന്ന വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. യഥാർത്ഥത്തിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവമായിട്ടുള്ള സമാധാന ബന്ധത്തിലേക്ക് കടന്ന ഓരോ ദൈവപൈതലിൻ്റെ ഉള്ളിലും നിത്യജീവന്റെ ഉറപ്പുണ്ട്. ഈ ജീവൻ പ്രാപിച്ചവരാണ് ഇവിടെ റോമാലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ പറയുന്നത് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗം. അപ്പോൾ വർഷിപ്പ് അല്ലെങ്കിൽ ആരാധന അല്ലെങ്കിൽ യാഗം എന്നത് പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്ന് ജീവൻ പ്രാപിച്ചവർ, രണ്ട് വിശുദ്ധർ. ഈ വിശുദ്ധർ എന്നുള്ള അല്ലെങ്കിൽ വിശുദ്ധി എന്നുള്ള പദത്തിന് പ്രാഥമികമായിട്ടുള്ള അർത്ഥം വേർതിരിക്കപ്പെട്ടവൻ എന്നാണ്. വേർതിരിക്കപ്പെട്ടവൻ, സെപ്പറേറ്റഡ്, ദൈവത്തിനായി വേർതിരിച്ച് സമർപ്പിക്കപ്പെട്ടവൻ. പഴയ നിയമത്തിലെ ആലയത്തിൻ്റെ ഉപയോഗത്തിനായി പാത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോൾ ദൈവം പറയുന്നുണ്ട് അത് വിശുദ്ധീകരിക്കുക. അപ്പോൾ വേണമെങ്കിൽ പറയാം, പുതുതായി ഉണ്ടാക്കിക്കൊണ്ടുവന്ന പാത്രമല്ലേ, ഇനി എന്തിനാ അത് വിശുദ്ധീകരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വിശുദ്ധീകരണം എന്നുള്ള ആ അനുഭവത്തിലൂടെ ആ പാത്രങ്ങളെ ആലയത്തിൻ്റെ ഉപയോഗത്തിനു വേണ്ടി മാത്രമായി വേർതിരിക്കുക. അപ്പോൾ ആരാധന എന്നതിനോടുള്ള ബന്ധത്തിൽ നാം ഇവിടെ കാണുന്നത് ഒന്ന് ജീവൻ പ്രാപിച്ചവർ അല്ലെങ്കിൽ നിത്യജീവന്റെ ഉറപ്പുള്ളവർ,
ദൈവമക്കളായി തീർന്നവരാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിക്കേണ്ടത്, ആരാധനയായി, യാഗമായി. 2, വിശുദ്ധർ എന്നുള്ള ആ ഒരു പദവി, വേർതിരിക്കപ്പെട്ടവർ എന്നുള്ള ആ പദവി ഉണ്ടായിരിക്കണം. 3, അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ പ്ലീസിങ് ടു ഗോഡ്. ഈ പ്ലീസിങ് ടു ഗോഡ് അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ എന്നുള്ള ആ അവസ്ഥാവിശേഷം നമ്മുടെ ആന്തരികമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ദ ഇന്റേണൽ സ്റ്റാറ്റസ് ഓഫ് എ വർഷിപ്പർ. അത് കാണുന്നവൻ ദൈവം മാത്രമാണ്. 139 സങ്കീർത്തനത്തിലൊക്കെ ദൈവത്തിൻ്റെ ആ ദൃഷ്ടിയെപ്പറ്റിയും ദൈവത്തിൻ്റെ ജ്ഞാനത്തെപ്പറ്റിയും ഒക്കെ അവിടെ പറയുന്നത് ദൂരത്തിരുന്ന് സകലതും ഗ്രഹിക്കുന്ന ദൈവം. വചനത്തിൽ പറയുന്നത് എൻ്റെ വായിൽ ഒരു വാക്ക് വരുന്നതിന് മുമ്പ് തന്നെ നീ അത് ഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇംഗ്ലീഷിലെ ഒരു ട്രാൻസ്ലേഷൻ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ഞാൻ ഒരു വാക്ക് എൻ്റെ വായിൽ അല്ലെങ്കിൽ നാവിന്മേൽ വരുന്നതിന് മുമ്പേ എന്താണ് പറയുന്നതെന്ന് അറിയുന്ന ദൈവം. ആ ദൈവസന്നിധിയിൽ നമ്മുടെ ആന്തരികമായിട്ടുള്ള നിലവാരം അറിയുന്നവൻ ദൈവം മാത്രമാണ്. നാം ദൈവസന്നിധിയിൽ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം നമ്മെ തന്നെ സമർപ്പിച്ച് ആരാധനയായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മനുഷ്യർ കാണുമ്പോൾ, ആന്തരികമായ നിലവാരം യഥാർത്ഥത്തിൽ അറിയുന്ന ദൈവസന്നിധിയിലാണ് ഞാൻ ആയിരിക്കുന്നെന്നുള്ള തിരിച്ചറിവാണ് നമ്മെ തന്നെ യഥാർത്ഥത്തിൽ സമർപ്പിക്കുവാനുള്ള ആ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ വരുന്നത്. പഴയ നിയമത്തിൽ ദൈവത്തിന് പ്രസാദമായ വഴിപാട് അർപ്പിച്ച ഒരു വ്യക്തിയെ നമുക്കറിയാം. അത് മറ്റാരുമല്ല, ഹാബേലാണ്. ദൈവത്തിന് പ്രസാദമായ വഴിപാട് അർപ്പിച്ച ഹാബേൽ. ഇവിടെ കയീനും തൻ്റെ കൃഷിഫലത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ വഴിപാട് അർപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ 2 അർപ്പണവും ഈ സമർപ്പണവും ദൈവപ്രസാദത്തിന് വേണ്ടി ചെയ്തതാണെങ്കിലും ഒരാളിൽ മാത്രമാണ് ദൈവം പ്രസാദിക്കുന്നത്. അത് ഹാബേലിലാണ്. അതിന് കാരണം അവരുടെ യാഗവസ്തുവിൻ്റെ വ്യത്യാസമല്ല. അവിടെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, യഹോവയായ ദൈവം ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. യഹോവയായ ദൈവം കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. അപ്പോൾ യാഗവസ്തുവിൽ ഉള്ള പ്രസാദത്തിലുപരിയായി വ്യക്തിയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഹാബേലിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു. പ്രാഥമികമായി ദൈവത്തിൻ്റെ പ്രസാദമുണ്ടായത് ആ വ്യക്തിയിലാണ്. ഇതാ ഞാൻ പറയുന്നത്, നാം ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ ഉപരി നാം ചെയ്യുന്ന പ്രവൃത്തിക്ക് പിന്നിലുള്ള ഉദ്ദേശം മനസ്സിലാക്കുന്ന, നമ്മുടെ ആന്തരിക നിലവാരം മനസ്സിലാക്കുന്ന, ഉദ്ദേശം മനസ്സിലാക്കുന്ന, ഇച്ഛയും ആഗ്രഹവും മനസ്സിലാക്കുന്ന ദൈവസന്നിധിയിൽ ആണ് നാം എന്നുള്ള ബോധ്യത്തോടെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധനയായി, യാഗമായി അർപ്പിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നാൽ കയീനെ നോക്കിയപ്പോൾ കയീനിൽ ദൈവത്തിന് പ്രസാദിക്കുവാൻ കഴിഞ്ഞില്ല. തുടർന്നുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, പാപം വാതിൽക്കൽ കിടക്കുന്നു എന്ന് പറഞ്ഞ് ദൈവം അവനൊരു സെക്കൻഡ് ചാൻസ് പോലെ അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ താൻ ആ പാപം തന്നെ വിഴുങ്ങുവാൻ തക്കവണ്ണം അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്രകാരമാണ് നമുക്ക് മുമ്പോട്ട് ആ ചരിത്രം നോക്കുമ്പോൾ തൻ്റെ സഹോദരനായ ഹാബേലിനെ താൻ കൊന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയും. അപ്പോൾ ദൈവം അവന് ചാൻസ് കൊടുക്കാഞ്ഞിട്ടല്ല, ദൈവപ്രസാദത്തിന് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കയ്യിന് കഴിഞ്ഞില്ല. എന്നാൽ ആ വ്യക്തിയിലുള്ള പ്രസാദം ലഭിച്ചത് ഹാബേലിലാണ്. പ്രിയമുള്ളവരെ, ഈ ദൈവവചന ചിന്തയിലൂടെ നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതും ദൈവപ്രസാദത്തിനായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരനുഭവമാണ്. അപ്പോൾ സഹോദരങ്ങൾ വഴിപാടായി ദൈവസന്നിധിയിൽ അർപ്പിക്കുകയാണ്. അവരുടെ ഒരാൾ തൻ്റെ കൃഷിഫലത്തിൽ നിന്നും, ഒരാൾ തൻ്റെ അധ്വാനത്തിൽ നിന്നും. എന്നാൽ ആ വ്യക്തിയിലാണ് ദൈവം പ്രസാദിക്കുകയും പ്രസാദിക്കാതിരിക്കുകയും ചെയ്തത്. ഹാബേലിൽ ദൈവം പ്രസാദിച്ചു, കയ്യിൽ ദൈവം പ്രസാദിച്ചില്ല. നാം ചിന്തിക്കുന്നത് ആരാധകന്റെ ആന്തരിക നിലവാരം പ്രധാനമാണ്. 1, ജീവൻ പ്രാപിച്ചവനായിരിക്കണം. 2, വിശുദ്ധർ അല്ലെങ്കിൽ വേർതിരിക്കപ്പെട്ടവനായിരിക്കണം. 3, ദൈവത്തിന് പ്രസാദം, ദൈവത്തിൻ്റെ പ്രസാദത്തിനായി. പ്രസാദം എന്ന് പറയുമ്പോൾ ആരാധകന്റെ ആന്തരിക നിലവാരമാണ് കാണിക്കുന്നത്. ഇവിടെ 4-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 5ഉം 6ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. 6, അപ്പോൾ യഹോവ കയീനോട്, നീ കോപിക്കുന്ന എന്തിന്? നിന്റെ മുഖം വാടുന്നത് എന്തിന്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകിയില്ലയോ? നീ നന്മ ചെയ്തില്ലെങ്കിലോ? പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നിലേക്കാകുന്നു, നീ അതിനെ കീഴടക്കണമെന്ന് ചോദിച്ചു. ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, കീഴടക്കണം എന്ന് പറയുമ്പോൾ ദൈവം അവനൊരു ചാൻസ് കൊടുക്കുകയാണ്. ദൈവപ്രസാദപ്രകാരം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രസാദത്തിനായി നന്മ ചെയ്യുവാൻ, പ്രവർത്തിക്കുവാൻ. എന്നാൽ കയീൻ അതിന് സാധിച്ചില്ല. പലരും ദൈവസന്നിധിയിൽ
പല വിഷയങ്ങളും ചെയ്യുന്നുണ്ട്. എന്നാൽ ദൈവപ്രസാദ പ്രകാരം അല്ലെങ്കിൽ ദൈവപ്രസാദം പ്രാപിക്കത്തക്ക വണ്ണമല്ല അവർ ചെയ്യുന്നത്. വേർതിരിക്കപ്പെട്ടവരെന്ന് അഭിമാനിക്കുന്നുണ്ട്, പല കാര്യങ്ങളും ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്യുന്നുണ്ട്, എന്നാൽ ദൈവത്തിൻ്റെ പ്രസാദം അവർക്ക് ലഭിക്കുന്നില്ല. നാം ചിന്തിച്ചു വരുന്ന വിഷയം എന്താണ്? ആരാധന, എ കംപ്ലീറ്റ് സറണ്ടർ, ഒരു പൂർണ്ണമായ സമർപ്പണം. മാത്രമല്ല അത് സ്വീകരിക്കലല്ല, അത് ഗിവിങ് ആൻഡ് ഗിവിങ് അപ്പ്, കൊടുക്കലാണ്, വിട്ടുകൊടുക്കലാണ്. മാത്രമല്ല ജീവൻ, വിശുദ്ധി, ദൈവത്തിന് പ്രസാദമുള്ള ഒരനുഭവം. അപ്രകാരം മുഴുജീവിതവും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന, ദൈവപ്രസാദത്തിനായി സമർപ്പിക്കുന്ന, ദൈവഹിതപ്രകാരം സമർപ്പിക്കുന്ന ഒരു ജീവിത അനുഭവമാണ് ആരാധന. അല്ലാതെ 2 പാട്ട് പാടുന്നതോ 2 മണിക്കൂർ ദൈവസന്നിധിയിൽ ആഴ്ചയിൽ ഒരിക്കൽ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു സമയം മാത്രമല്ല പ്രിയമുള്ളവരെ ആരാധന. ഇവിടെ പറയുന്നത് മുഴുജീവിതവും ദൈവപ്രസാദത്തിനായി സമർപ്പിക്കുന്ന ഒരു ജീവിത അനുഭവമാണ് ആരാധന. വചനത്തിൽ പറയുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ആണ് സമർപ്പിക്കേണ്ടതെന്ന് കാണുന്നു. ശരീരം എന്ന് പറയുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള ഒരടയാളം. ശരീരം മാത്രമല്ല നമ്മളിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആത്മാവും ദേഹവും ചേർന്ന വ്യക്തിത്വമാണ് നമുക്കുള്ളത്. ആത്മാവും ദേഹവും, സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. പക്ഷേ വചനത്തിലൂടെ പറയുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ എന്നാണ്. എപ്രകാരം സമർപ്പിക്കണമെന്നും പറയുന്നു. നമ്മളത് ചിന്തിച്ചു. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ശരീരങ്ങളെ എന്ന് പറയുമ്പോൾ ഈ ശരീരം റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ എൻ്റയർ ബീയിങ്ങിനെയാണ്. അല്ലാതെ വെറുതെ ശരീരം മാത്രം സമർപ്പിക്കുക എന്നുള്ള അർത്ഥമല്ല അവിടെ വരുന്നത്. ഒരു ശരീരം അവിടെ ഇങ്ങനെ കിടക്കുകയാണ്, എന്നാൽ അതിൽ ആത്മാവില്ലെങ്കിലോ? ശരീരവും ആത്മാവും ഉണ്ട്, എന്നാൽ സോള് വർക്ക് ചെയ്യുന്നില്ല. ബുദ്ധിമാന്യം സംഭവിച്ചവരാണ്. അങ്ങനെ വന്നാലും ആരാധനയാകുന്നില്ല. അതായത് ഇന്റൻഷനലി നാം നമ്മെ തന്നെ ആത്മാവും ദേഹിയും ശരീരവും ദൈവസന്നിധിയിൽ യാഗമായി സമർപ്പിക്കുക. അതാണ് ഇവിടെ ശരീരങ്ങൾ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ എൻറ്റയർ ബീയിങ് ആണ്. പലരും ബോഡി സമർപ്പിച്ചവരുണ്ട്, ബോഡിക്ക് ആവശ്യമായ മാറ്റം വരുത്തിയവരുണ്ട്. ഞാനിപ്പം വെള്ളയുമാണ് ഇട്ടിരിക്കുന്നത്, അത് ഒരു സമർപ്പണത്തിൻ്റെ അടയാളമായി കാണുന്നവരുണ്ട്. എന്നാൽ എൻ്റെ ആന്തരിക നിലവാരം അറിയുന്നവൻ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ദൂരത്ത് നിന്ന് സകലതും ഗ്രഹിച്ചറിയുന്ന ദൈവം മാത്രമാണ്. ഞാൻ പറയുന്നത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഷയമാണെങ്കിലും, ഞാൻ ഇട്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകാപരമായ വസ്ത്രമാണെങ്കിലും, ആന്തരിക നിലവാരം അറിയുന്നവൻ ദൈവം മാത്രം. അങ്ങനെ വരുമ്പോഴാണ് ആരാധന എന്നത് ചെറിയൊരു വിഷയമല്ല. അത് 2 പാട്ട് പാടുന്ന വിഷയമല്ല. അത് ഞായറാഴ്ചകളിൽ ഒരു പ്രത്യേക സമയം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവമല്ല. ഒരു ദിവസം മാത്രമല്ല, ആഴ്ചയിലെ 7 ദിവസവും, മാസത്തിൽ ഉള്ള 30 ദിവസവും, വർഷത്തിലുള്ള 365 ദിവസവും അല്ല. നാം ജീവൻ പ്രാപിച്ചവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും ദൈവസന്നിധി ഒരു സമർപ്പണ ജീവിതം. അതാണ് പ്രിയമുള്ളവരെ ആരാധന. അതിന് കർത്താവിൻ്റെ സന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാവും. അബ്രഹാം പറഞ്ഞു, ഞാനും ബാലകനും കൂടെ അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. ആ ദൈവത്തോടുള്ള സമർപ്പണത്തിൽ അബ്രഹാം അത് ചെയ്യുന്നത്. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയല്ല കേട്ടോ. ദൈവം എന്തെങ്കിലും തരുന്നെങ്കിൽ അത് നമുക്കൊരു ബോണസായിട്ട് കൂട്ടിയാൽ മതി. കാരണം നാം അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചവരായിരുന്നു, ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിലായിരുന്നു. അതിൻ്റെ ആ അവസ്ഥയിൽ നിന്നും നമ്മെ ദൈവമക്കളാക്കി തീർക്കുവാൻ തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് പുത്രന്റെ യാഗമരണത്തിലൂടെ നമുക്ക് ദൈവത്തോട് നിരപ്പ് തന്ന ആ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ എന്തെങ്കിലും ദൈവത്തിന് ചെയ്യുന്നത് തിരികെ ദൈവം എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയില്ല, മറിച്ച് ദൈവത്തോടുള്ള സ്നേഹത്തിലായിരിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഈ ചിന്ത നമുക്ക് വീണ്ടും തുടരാം. കർത്താവ് നമ്മെ അതിന് സഹായിക്കട്ടെ. എന്നാൽ ഒരു നിമിഷം കണ്ണുടച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, അല്പസമയം ഞങ്ങളുടെ വചനത്തിന് മുമ്പിൽ ആരാധനയോടുള്ള ബന്ധത്തിൽ എപ്രകാരമായിരിക്കണം എന്നുള്ളതിന്, അല്ലെങ്കിൽ ആരാധന എന്നുള്ള ആ വിഷയം, ആ അതിമഹത്തായ ജീവിത അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ വചന അനുസൃതമായി ആയിത്തീരേണ്ടതിന് ഞങ്ങൾ അങ്ങയുടെ വചനത്തിന് മുമ്പിൽ ചില ചിന്തകൾ ധ്യാനിപ്പാനിടയായല്ലോ കർത്താവേ. എന്നാൽ അപ്രകാരം ഞങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ച് ഒരു യാഗമായി തിരുസന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ തന്നെ ഈ വചന കേൾവിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. അതിന്
എളിവനെയും കേൾവിക്കാരായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സഹായിക്കേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥനയോട് സ്തോത്രം, യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയമുള്ളവരെ, ദൈവദിനത്തിന് മുമ്പിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. തുടർന്ന് നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും തുടർന്ന് കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെട്ട് നിങ്ങൾ അറിയിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഏത് വിധത്തിലുള്ള ആത്മീക കൈത്താങ്ങലും നൽകി തരുവാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കഴിഞ്ഞ നാളുകളിൽ ഈ മിനിസ്ട്രിയിലൂടെ അനേകർ അനുഗ്രഹം പ്രാപിച്ചതായി ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. തുടർന്നും നിങ്ങളുടെ ആത്മീയ അനുഗ്രഹത്തിനായി പ്രവർത്തിപ്പാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.